നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ കാര്യങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല അപ്ഡേറ്റുകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ചില സൈനിങ്സുകൾ നടത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ആർസണലിലെ സോളിസ് സൈനിങ്, ക്രിസ്റ്റഫർ സോളിസ് സൈനിങ് ഒരു അടിപൊളി സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട് ക്രിസ്റ്റഫർ സോളിസിന്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. ബട്ട് നമ്മളിപ്പം എടുത്ത് നിൽക്കുന്ന രണ്ട് ടോപ്പിക്കുകൾ, എസ്പെഷ്യലി ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള ഇപ്പം യൂലിയൻ അൽവാറസും മൈക്കൽ ഒലീസിനെ രണ്ട് കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ആണ് യൂലിയൻ അൽവാറസ് കാര്യത്തിൽ നമുക്ക് തുടങ്ങാം. സോ നമുക്കറിയാം, ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയപ്പോൾ തൊട്ട് ബാർസലോണ യൂലിയൻ അൽവാറസ് ലിങ്ക്സ് തുടങ്ങിയതാണ്. ഇതുവരെയുള്ള ഒരു സിറ്റുവേഷൻ എന്നാന്ന് പറഞ്ഞാൽ ബാർസലോണ അത്ലറ്റിക്കോയ്ക്കും ഇടയിൽ നമുക്കറിയാം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു യൂലിയൻ അൽവാറസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും. ആൻഡ് യൂലിയൻ അൽവാറസ് ബാർസലോണയുടെ ഡോക്സ് എടുക്കുകയും പുള്ളിയുടെ ഏജൻറ്റും ബാർസലോണയ്ക്കിടയിൽ പേഴ്സണലി കാര്യങ്ങളെല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് PSG സമീപനം വന്നു അൽവാറസുമായിട്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ നോക്കി, അത് അൽവാറസ് റിജക്ട് ചെയ്തു. പിന്നീട് ആർസണൽ കറക്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ യൂലിയൻ അൽവാറസിൻ്റെ ക്യാമ്പിൽ നിന്ന് ഹീ നീഡ്സ് ബാർസലോണ എന്ന് പറയുന്ന ഒറ്റ സ്റ്റാൻസാണ്, വേറൊരു ക്ലബ്ബ് ഇപ്പം വേണ്ട എന്നുള്ളൊരു ഇതാണ്. ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് പുള്ളിക്ക് തുടരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യവും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് അർജൻറ്റീനയുടെ ഒരു മാച്ചിന് ശേഷം വേൾഡ് കപ്പിനിടയിൽ ആ പോസ്റ്റ് മാച്ച് വന്ന് അത് പറഞ്ഞ് കാര്യം പറയുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഒരു ക്ലിയർ മെസ്സേജ് പബ്ലിക്കലി ആൾ കൊടുക്കുകയും ചെയ്തു. അതാണ് ഇതുവരെയുള്ള ഒരു സിറ്റുവേഷൻ. ഇതിനിടയ്ക്ക് ബാർസലോണ ഒരു ബിഡ് വിട്ടിരുന്നു, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത്ലറ്റിക്കോ പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ബിഡ് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പം അത്ലറ്റിക്കോയ്ക്ക് അറിയാമെന്നുള്ളൊരു കാര്യവും ടോപ്പ് ടയർ സോഴ്സുകളിൽ നിന്നുള്ള ജേർണലിസ്റ്റുകളെല്ലാം കൺഫേം ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെപ്പോർട്ടാണേലും പബ്ലിക്കലി വന്ന കാര്യം സ്ഥിരീകരിച്ചാണ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കഴിഞ്ഞ ദിവസമാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ബാർസലോണയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയാം എവിടെയായിരിക്കും യൂലിയൻ അൽവാറസ് അടുത്ത വർഷം കളിക്കുക, അടുത്ത സീസൺ കളിക്കുക, അത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ആൾ പറഞ്ഞു. കൂടാതെ ആളോട് ചോദിച്ചു ഇപ്പം പ്ലെയറിനോട് പൊറുക്കുവോ അതോ ഫാൻസിനോട് പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്യേണ്ട വരുമോ യൂലിയൻ അൽവാറസിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു പുള്ളിയോട്. ആൾ തിരിച്ച് വരുമ്പോഴേക്കും, ആളടുത്ത സീസൺ അത്ലറ്റിക്കോ കളിക്കുമ്പോഴേക്കും. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, മിസ്റ്റേക്സ് എല്ലാവരും വരുത്തും, അത് ഹ്യൂമൻ നേച്ചറാണ്, സോ ആൾ അപ്പോളജൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, അതൊരു മിസ്റ്റേക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ എന്നും ആൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് ലെപ്പോർട്ടാണോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ പബ്ലിക്കലി ഇപ്പം ഫാബ്രീസിയോ റൊമാനോയുടെ ഒരു കോട്ടുണ്ട്, പുള്ളി യൂട്യൂബ് ചെയ്ത വീഡിയോയിലാണേലും പുള്ളിയുടെ പോസ്റ്റുകളിൽ നിന്നാണേലും പുള്ളി ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ലെപ്പോർട്ട ഇപ്പം ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് പബ്ലിക്കലി ഫസ്റ്റ് ടൈം ആണെന്നുള്ളത്. സോ ഓൾറെഡി തന്നെ യൂലിയൻ അൽവാറസ് പ്ലെയറിൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുള്ള കാര്യം ആൾ നേരത്തെ സ്ഥിരീകരിച്ചിട്ടും ഇപ്പം ചില പ്ലെയേഴ്സിന് ബാർസയിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നും ഞങ്ങൾ എല്ലാ പോസിബിൾ വേയ്സും നോക്കും ആ പ്ലെയറിൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള രീതിയിലൊരു മെസ്സേജ് ആൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ആൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാർസലോണ സ്റ്റിൽ യൂലിയൻ അൽവാറസിൻ്റെ പുറകെ തന്നെയാണെന്നുള്ള കാര്യം ആൾ സ്ഥിരീകരിച്ചു. ഡെക്കോയുടെയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഹാൻസി ഫ്ലിക്കിൻ്റെയും പ്രയോറിറ്റി സൈനിങ് ആണ് അൽവാറസ് എന്നുള്ളൊരു കാര്യം ആൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ആൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഓഫർ ഇപ്പം ടേബിളിലുണ്ട്, പക്ഷേ അത് എപ്പോഴും കാണത്തില്ല ആ ഓഫർ എന്നുള്ളൊരു കാര്യം, അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടെന്നുള്ള കാര്യം ആൾ പറഞ്ഞു. ഞങ്ങൾ വിട്ടിരിക്കുന്ന ഓഫർ വളരെ നല്ലൊരു ഓഫറാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും ലെപ്പോർട്ടാനം സ്ഥിരീകരിച്ചു. പക്ഷേ ലെപ്പോർട്ടാനം സ്ഥിരീകരിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം എടുത്തു പറഞ്ഞു, അതാണ് ഏറ്റവും പറയേണ്ട കാര്യം. എപ്പോഴും യൂലിയൻ അൽവാറസ് എത്തും എന്നുള്ളൊരു കമൻസിൽ അഥവാ ആ ഒരു ഇതിൽ ഉറച്ച് നിന്നിരുന്ന ലെപ്പോർട്ട് എത്തുമെന്നല്ല, അത് ഞങ്ങൾ നടത്തും, അഥവാ ഡ്രീം ഫുൾഫിൽ ചെയ്യും, അഥവാ ആ ഒരു സൈനിങ്സ് ഞങ്ങൾ നടത്തും എന്നുള്ളൊരു ഹോപ്പ് വന്നിടത്തുനിന്ന് ഇപ്പം ഒരു വാക്കാൾ പറഞ്ഞിട്ടുണ്ട്. ഫാബു അതാണ് എടുത്തു പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം പബ്ലിക്കലി വി ആർ ലുക്കിംഗ് അറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളൊരു കാര്യം ലെപ്പോർട്ടാനം പറഞ്ഞു. അതായത് അഥവാ ഈ ഡീൽ നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക്, അഥവാ ആ ഡെഡ് ലൈനിനുള്ളിൽ അവർ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഓൾട്ടർനേറ്റീവ്സിലോട്ട് കിടക്കും, ഞങ്ങൾക്ക് അത് പ്ലാനിലുണ്ടെന്നുള്ളൊരു കാര്യം ലെപ്പോർട്ടാനം സ്ഥിരീകരിച്ചു. ആൻഡ് ഫാബ്രിസിയോ റൊമാനോ അത് തന്നെയാണ് എടുത്തു പറയുന്നത്. ഈ ഒരു ഡീൽ ഡിഫിക്കൽട്ടാണ്, ഈ ഒരു ഡീൽ നടത്തിയെടുക്കുക ഓൾമോസ്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത്ലറ്റിക്കോ അവരുടെ സ്റ്റാൻസിൽ അയവ് വരുത്തത്തില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇപ്പം ബാർസലോണ ക്യാമ്പിൽ കിട്ടുന്നതെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ അവിടെയാണ് ഈ ഡീൽ നടക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പം റേസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ്സ് നെയിം അഥവാ ഒഫീഷ്യലി ഒന്നും വരുന്നില്ലെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ബാർസലോണ ഇന്റേണലി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള ഒരു കാര്യം ഫാബ് ഉൾപ്പെടെയുള്ള സോഴ്സുകളിൽ നിന്ന് കൺഫർമേഷൻ വരുന്നുണ്ട്. സോ ഇവിടെയാണ് ബാർസലോണയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനുള്ള ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം ആർസണൽ ഈ ഡീലിൽ അവെയർ ആണെന്നും അഥവാ പ്ലെയറിന് അത്ലറ്റിക്കോയിൽ തുടരാൻ, അത്ലറ്റിക്കോ പിടിച്ച് നിർത്താനായിട്ട് തന്നെയായിരിക്കും അത്ലറ്റിക്കോയുടെ പ്ലാൻ. ആൻഡ് ഹിസ് പ്ലാൻ ഈസ് ഓൾവേസ് ബാർസലോണ. അഥവാ ആ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ പുള്ളിനെ വിടത്തിൽ ആ ഒരു സ്റ്റാൻസ് ഉറച്ചു നിൽക്കുകയാണ്, ഹി മൈറ്റ് ലുക്ക് അറ്റ് അതർ ഓൾട്ടർനേറ്റീവ്സ് ടു എക്സിറ്റ് ദ ക്ലബ്. പുള്ളിക്ക് അത്ലറ്റിക്കോയിൽ തുടരാൻ താല്പര്യമില്ല അറ്റ് ഓൾ കോസ്റ്റ് എന്നാണ് കേൾക്കുന്നത്. സോ പുള്ളിയുടെ ഫസ്റ്റ് പ്ലാനിന് വേണ്ടി പുള്ളി മാക്സിമം ശ്രമിക്കും. ആൻഡ് ബി പ്ലാൻ ചിലപ്പം പുള്ളി ഏറ്റെടുത്തേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ ചില സ്പാനിഷ് സോഴ്സുകളിൽ നിന്ന് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുള്ളി ആർസണൽ സെലക്ട് ചെയ്യുമെന്ന് മറ്റൊന്നുമല്ല, ബട്ട് ആർസണൽ ആർ അവെയർ ഓഫ് ഇറ്റ്.
ആർസണൽ അഥവാ അത്ലറ്റിക്കോ വിൽക്കുകയാണെങ്കിൽ അത് ഫാബ് ഉൾപ്പെടെയുള്ള സോഴ്സുകൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇവൻ ഡേവിഡ് ഓൺസ്റ്റീൻ പോലെയുള്ള സോഴ്സുകളിൽ നിന്നും ആർസണലിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കൺഫേം ആക്കിയിരുന്നു. പക്ഷേ ഇപ്പം ഫാബ് ഉൾപ്പെടെയുള്ള സോഴ്സുകൾ ഒരു കാര്യം കൺഫേം ആണ്, അത്ലറ്റിക്കോ വുഡ് റാദർ സെൽ ടു ആർസണൽ ഓർ PSG ദാൻ ബാർസലോണ. അത് അവർ സ്റ്റാൻസ് ക്ലിയർ ആണ്. ബട്ട് ഇവരിലേക്കും സെൽ ചെയ്യാൻ പ്ലാനില്ല, കീപ്പ് ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹം. സോ ആർസണൽ അവെയർ ആണെന്നും വിക്ടർ ഗ്യോക്കറസ് വിത്ത് എ ക്യാഷ് ഡീൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ബെർത്ത ഹൈലി റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ് അൽവാറസ്. സോ ഒരു പോസിബിലിറ്റി ഉണ്ട്, അത് സോഴ്സുകളിൽ നിന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ആർസണൽ ആർ അവെയർ ഓഫ് ഇറ്റ്. ഗ്രaham ബെയ്ലി പോലത്തെ സോഴ്സുകളുടെ ടെലിഗ്രാഫൊക്കെ ആദ്യമേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്ത്, പിന്നെ ഗ്രaham ബെയ്ലിയുടെ റിപ്പോർട്ട് വന്നു. പിന്നെ അത്ലറ്റിക്കിൻ്റെ ഇപ്പോൾ ആർസണൽ കറസ്പോണ്ടൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ദേ മൈറ്റ് ബി വില്ലിങ് ടു ലിസൺ. അത് ആർസണലിലെ ഓഫേഴ്സുമായിട്ട് ഇവൻ ആർസണലിലെ പേഴ്സണൽ ടൈംസിനുമായിട്ട് മറ്റും ഡിസ്കസ് ചെയ്യാനായിട്ട് പുള്ളിയുടെ ഏജൻറ്റും ചിലപ്പോൾ റെഡി ആയേക്കാം വരും ദിവസങ്ങളിൽ നിന്നുള്ളൊരു ഹോപ്പ് ആർസണലിനുണ്ടെന്നുള്ള കാര്യം അത്ലറ്റിക്കിൻ്റെ ആർസണൽ കറസ്പോണ്ടൻറ്റ് സോഴ്സിൽ നിന്നൊക്കെ വന്നിരുന്നു. സോ ഇപ്പം കാര്യങ്ങളുടെ കിടപ്പ് വെച്ച് ഒരു കാര്യം ഉറപ്പാണ്, ബാർസലോണ ഒരു നീക്കോടെ നടത്തും. ഇപ്പം ഫാബ് ഉൾപ്പെടെ ഒരു കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്, ഇപ്പോഴും അൽവാറസിൻ്റെ മനസ്സ് ബാർസയിൽ തന്നെയാണ് 100%. ബാർസ ഇപ്പം വിട്ട ഓഫർ കൂടാതെ ഒരു ഓഫർ കൂടെ റെഡി ആക്കുന്നുണ്ട് കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ. അതിൻ്റെ രസം എന്നാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് വിൽ ബി ക്രൂഷ്യൽ എന്നാണ് പറയുന്നത്. അതായത് വേൾഡ് കപ്പിന് ശേഷം അൽവാറസിൻ്റെ ബിഗ്ഗസ്റ്റ് തലവേദന എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡീലിനെ കുറിച്ചാണ്. ഈ ഒരു ഡീലിൽ ഇനിയും കൂടുതൽ പബ്ലിക് ആവേണ്ട ആവശ്യമുണ്ട്. അത്ലറ്റിക്കോയോടും ഇപ്പം മാനേജ്മെൻറ്റായിട്ടും മറ്റുമൊക്കെ ഡയറക്റ്റ് കോൺടാക്ട്സ് നടത്തേണ്ട ആവശ്യം വരാം. പുള്ളിക്ക് ബാർസലോണയാണ് ഡ്രീമെങ്കിൽ പുള്ളിക്ക് അടുത്ത ഒരു മാസം അല്ല അടുത്ത 2 ആഴ്ച നല്ല തലവേദനയുള്ള ഒരാഴ്ച ആയിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ബാർസലോണയോട് കോൺടാക്ട്സ് നടത്തേണ്ട ആവശ്യമുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ബാർസലോണയെ അടുത്ത ഓഫർ വിടേണ്ട ആവശ്യമുണ്ട്. സോ അക്കോർഡിംഗ് ടു ഫാബ്രിസിയോ റൊമാനോ നെക്സ്റ്റ് വീക്ക് വേൾഡ് കപ്പിന് ശേഷമുള്ള ആ ഒരു വീക്ക് വിൽ ബി ക്രൂഷ്യൽ ഫോർ ബാർസലോണ ആൻഡ് അൽവാറസ് ഡീൽ എന്നാണ് പറയുന്നത്. സോ ഈ ഡീൽ നടക്കണമെങ്കിൽ അൽവാറസും ബാർസലോണയും അഗ്രസീവ്ലി തന്നെ അത്ലറ്റിക്കോനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം വരുമെന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ആസ് ഓഫ് നൗ അൽവാറസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ ഡീൽ. അൽവാറസിൻ്റെ അല്ല, നമ്മുടെ ബാർസയുടെ അൽവാറസിൻ്റെ കയ്യിലിരിക്കും. അവസാനം വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മൾ പറയാം അത്ലറ്റിക്കോ ആ സ്റ്റാൻസ് നിൽക്കുകയാണെങ്കിൽ ഈ മൈരാവ് ചൂസ് ആർസണൽ അല്ലേ, ആ ക്ലബ്ബ് വിടണമെന്നുള്ളൊരു സിനാരിയോ ആണെങ്കിൽ അങ്ങോട്ടേക്കുള്ള സാധ്യതയും ഇപ്പം തള്ളിക്കളയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ലപ്പോർട്ടാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു സിഗ്നൽ ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഒലീസയുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റും വരുന്നുണ്ട്. മൈക്കിൾ ഒലീസ നമുക്കറിയാം വേൾഡ് കപ്പിൽ ഇനി 3rd സ്പോട്ട് ഫിനിഷ് ഗെയിമോടുണ്ട്, ഒരു മാച്ചോടുണ്ട് മൈക്കിൾ ഒലീസയ്ക്ക്. സോ ഓൾറെഡി നമുക്കറിയാം പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന് ആളുടെ നെക്സ്റ്റ് പ്ലാനിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ആ ഒരു പ്ലാനൊക്കെ കഴിഞ്ഞല്ലോ. സോ ഇനി അടുത്ത എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആളുടെ മനസ്സിലും കാണും. സോ മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്ന് മൾട്ടിപ്പിൾ റിപ്പോർട്ടുകളാണ് വരുന്നത്. ആദ്യമേ സാൻഡി JFM ഹു ഈസ് നോട്ട് 100% റിലയബിൾ, പക്ഷേ ചില കാര്യങ്ങളൊക്കെ ആൾ ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. സോ ആൾ പറയുന്നത് മൈക്കിൾ ഒലീസെ ഹാസ് ചൂസൺ റയൽ മാഡ്രിഡ്. ആൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വരും ദിവസങ്ങളിൽ ടു ബയൺ മ്യൂണിക് ബോർഡ് എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു. അതോ അങ്ങനത്തെ ഒരു ആളുടെ ഏജൻറ്റ് ആ ഒരു പ്രകടനം ഒരാഗ്രഹം ഓൾറെഡി ക്ലബിനെ പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിലൊരു വാർത്തകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് കൺഫേം ഒന്നുമല്ല. അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ലേക്കിപ്പ് ഫ്രഞ്ച് ഔട്ട്ലെറ്റായ ലേക്കിപ്പ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ പറയാനായിട്ടാണ് അവരും ഒരു ഫ്രഞ്ച് സോഴ്സുകളോട്ട് വരുമ്പം കുറച്ച് റിലയബിൾ ആണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ അവരും നമ്മൾ നോക്കാൻ 100% റിലയബിൾ സോഴ്സ് എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും ലേക്കിപ്പ് ഈസ് അനദർ സോഴ്സ്. ഫ്രഞ്ച് ഔട്ട്ലെറ്റാണ്. സോ ഫ്രഞ്ച് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം കുറച്ച് ജെന്യൂനിറ്റി ഉണ്ട്. സോ അവർ പറയുന്നത് ഒലീസയ്ക്ക് റയൽ മാഡ്രിഡിൽ കളിക്കാനാണ് ആഗ്രഹം എന്നുള്ള കാര്യം ആൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അതല്ല ഞങ്ങൾ ഒഫീഷ്യലി ഡിസിഷൻ എടുത്തു എന്നുള്ളൊരു കാര്യം കൺഫേം ആയി ഒഫീഷ്യൽ ലെറ്റർ ത്രൂ അറിയിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നുള്ള പറയുന്നത്. പക്ഷേ ആൾക്ക് റയൽ മാഡ്രിഡിലോട്ട് നീങ്ങാനാണ് ആൾ നെക്സ്റ്റ് കാണുന്നത്. ആസ് എ റയൽ മാഡ്രിഡ് പ്ലെയർ ആണെന്നും ആൾ ആ ഒരു ഡിസിഷൻ വരും ദിവസങ്ങളിൽ മേ ബി ക്ലബിനെ അറിയിക്കും എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആൻഡ് ഇതിനിടയ്ക്കാണ് പ്ലെറ്റംബർഗ് നമുക്കറിയാം ബയണുമായിട്ടും മറ്റുമൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഴ്സാണ്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്ത എന്നാന്ന് പറഞ്ഞാൽ ഒലീസെ ഇതുവരെ തങ്ങളോട് ക്ലബ്ബ് വിടണമെന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ലെന്നും അതല്ല ഈ പ്രോജക്റ്റിൽ തുടരാനായിട്ടാണ്, അതായത് അണ്ടർ കമ്പനി ആ ഒരു പ്രോജക്റ്റിൽ തുടരാനായിട്ടാണ് തൻ്റെ പ്ലാൻ എന്നുള്ള രീതിയിൽ ഓൾറെഡി നേരത്തെ തന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയായിരുന്നു എന്നുള്ള രീതിയിലും പ്ലെറ്റംബർഗ് പറയുന്നുണ്ട്. സോ അതുകൊണ്ടോ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? സാൻഡി JFM എന്ന് പറയുന്നു, ലേക്കിപ്പം സാൻഡി JFM ഓൾമോസ്റ്റ് കൺഫേം ആക്കുന്ന രീതിയിൽ പറയുന്നു. സ്പാനിഷ് സോഴ്സുകൾ കുറച്ചുകൂടെ എരിവേറ്റി കൂട്ടി പറയുന്നുണ്ട്. ബട്ട് ലേക്കിപ്പ് പറയുന്ന പുള്ളി ഇൻറ്റേർണലി ആ ഒരു ഡിസിഷൻ എടുത്തു, അതാണ് പുള്ളിയുടെ പ്ലാൻ എന്ന് പറയുന്നു. ആൻഡ് പ്ലെറ്റംബർഗിൻ്റെ ഭാഗത്തുനിന്ന് നോ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് എന്നുള്ള രീതിയിൽ പറയുന്നു. സോ ആസ് ഓഫ് നൗ ഈ ഡീല് നടക്കണമെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഈ അൽവാറസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലി വന്നിട്ട് വളരെ അഗ്രസീവ്ലി തന്നെ എനിക്ക് ക്ലബ്ബ് വിടണമെന്നുള്ളൊരു സ്റ്റാൻസിൽ ഒലീസെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അഥവാ പുള്ളി ആ ഡിസിഷൻ എടുക്കുവാണെങ്കിൽ എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. വിനോ ബയണിലൊരു അന്യായ പ്രോജക്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെയാണ് ബ്രാഡ്ലി ബർക്കോളയ്ക്ക് വേണ്ടി ബയൺ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ന്യൂസുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കൺഫേം വന്നിട്ടില്ല. ഈസ് ദാറ്റ് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ഒലീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫാബ്രിസിയോ റൊമാനോ ഒരു കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ അൾട്ടിമേറ്ററി ഇപ്പോൾ ആളുടെ ലാസ്റ്റ് യൂട്യൂബ് വീഡിയോ കാണുവാണെങ്കിൽ ആളത് ക്ലിയർലി എടുത്തെടുത്ത് പറയുന്നുണ്ട്. 1% ചാൻസേലും ഉണ്ടെങ്കിൽ അത് ഈ വിൻഡോയിലായിക്കോട്ടെ, ജനുവരി വിൻഡോയിലായിക്കോട്ടെ, അടുത്ത വിൻഡോയിലായിക്കോട്ടെ, അതിൻ്റെ അടുത്ത വിൻഡോ ആയിക്കോട്ടെ, അതിൻ്റെ അടുത്ത വിൻഡോ ആയിക്കോട്ടെ, ഏതെങ്കിലും 1% ചാൻസ് ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്. ആ 1% ചാൻസ് ഉണ്ടെങ്കിൽ അപ്കമിങ് ഏത് വിൻഡോസിലാണെങ്കിലും ഒലീസയ്ക്ക് വേണ്ടി പെറസണ്ണൻ നീങ്ങും. പെറസണ്ണൻ ഈസ് ഇൻ ലവ് വിത്ത് ഒലീസ ആസ് എ പ്ലെയർ എന്നാണ് ഫാബ്രിസിയോ റൊമാനോ തറപ്പിച്ച് പറയുന്നത്. സോ അവിടെയാണ് റയൽ മാഡ്രിഡിന് ഹോപ്പ് ഉള്ളത്. നമ്മൾ പറയാനായിട്ടാണെങ്കിൽ പെറസണ്ണൻ ഒരു നോട്ടം വിട്ടു, അതും അഗ്രസീവ്ലി ഹി നീഡ്സ് ദാറ്റ് പ്ലെയർ എന്നുള്ള 1% ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഹി വിൽ ഗോ ഓൾ ആഫ്റ്റർ ഹിം എന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോ പറയുന്നത്. നമുക്കറിയാം പെറസണ്ണൻ ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ച് ട്രിക്കിയാണ്. ഹി ഈസ് റിയലി ഗുഡ് അറ്റ് ഗെറ്റിംഗ് തിങ്സ് ഡൺ അല്ലേ. സോ അവിടെയാണ് പ്രോബ്ലി ബയൺ കുറച്ച് കൺസേൺഡ് ആയി നിൽക്കേണ്ടത്. ഇവ നമ്മൾ ബാർസ ഫാൻസ് ആണ് ലീഡിൽ തണ്ണാവുകയാണെങ്കിൽ. സോ ഓൾറെഡി ഒലീസയ്ക്ക് നമുക്കറിയാം അവിടെ ഫ്രഞ്ച് നാഷണൽ ടീമിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഐ എം 100% ഷുവർ അവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും റയൽ ജോയിൻ ചെയ്യാനായിട്ട് മറ്റുമൊക്കെ അവരുടെ ഡിസ്കഷൻ നടത്തുന്നുണ്ടായിരിക്കും. സോ അൾട്ടിമേറ്റ്ലി അറ്റ് ഒലീസയുടെ ഡിസിഷനാണ്. ആൻഡ് റയൽ 200 മില്യണിന് മുകളിൽ ഒലീസയ്ക്ക് വേണ്ടി മുടക്കാൻ റെഡിയാണ്. മിനിമം 200 മില്യണേലും അവർ 100% കൊടുക്കാൻ റെഡിയാണ് ഒലീസയ്ക്ക് വേണ്ടി. അതിനുള്ള ബഡ്ജറ്റ് അവരുടെ കയ്യിൽ ഉണ്ടെന്നുമാണ് ഒലീസയ്ക്ക് വേണ്ടിയുള്ളതെന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. സോ ലെറ്റ്സ് സീ. ഇപ്പം പല സോഴ്സുകളും പലതാണ് പറയുന്നത്. ഇപ്പം ഫാബ് വന്നിട്ട് ഒലീസ ഡിസിഷൻ എടുത്തു എന്നുള്ള രീതി ആൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ആൾ ലേക്യുപ്പിൻ്റെ കാര്യം ആ വീഡിയോയിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലേക്യുപ്പ് ഇന്ന രീതി പറഞ്ഞു എന്നുള്ളൊരു കാര്യം ആൾ കോട്ട് ചെയ്യുന്നുണ്ട്. സോ വിച്ച് മീൻസ് ഇപ്പം സാധാരണ പുള്ളി ഇപ്പം നമ്മൾ കാണാം, ഇപ്പം ASൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ സ്പോർട്ടിൻ്റെ ചിലപ്പോൾ ഈ സ്പോർട്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ മുണ്ടോടിപ്പട്ടവയുടെയൊക്കെ ബാർസ റയൽ റിലേറ്റഡ് ന്യൂസുകൾ വരുമ്പോൾ അല്ലെ ഈവൻ PSG ആണെങ്കിലും ചില ലേക്യുപ്പിൻ്റെയൊക്കെ വാർത്തകൾ വരുമ്പോഴേക്കും എല്ലാം പുള്ളി എടുത്തത് പറയാറില്ല വീഡിയോസിൽ. പക്ഷേ പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ചെറുതായിട്ടൊന്നൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയതിന് ശേഷം ആ ന്യൂസിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇപ്പോൾ സ്പോർട്ട് ഇന്ന രീതിയിൽ ബാർസയുടെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്പോർട്ട് ഇന്ന രീതിയിൽ റയലിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊന്നും ആൾ എടുത്തിടാറുണ്ട്. എല്ലാ സ്പോർട്ടിൻ്റെയും എല്ലാ മുണ്ടോടിപ്പട്ടവയുടെ ന്യൂസൊന്നും പുള്ളി എടുത്ത് ഇങ്ങനെ കോട്ട് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളി ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയതിന് ശേഷം അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലായിരിക്കാം പുള്ളി അവരുടെ കോട്ട് ഒന്നുകൂടെ എന്ന് പറയുന്നത്. സോ അത് ആൾ ആ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്. ലേക്കിപ്പ് പറയുന്നത് ഒലീസ ആണെങ്കിൽ റയൽ മാഡ്രിഡ് ജോയിൻ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ലേക്കുപ്പിൻ്റെ ആ ഒരു ന്യൂസിൻ്റെ കാര്യം ആൾ ആ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്. സോ മേ ബി ഈസ് ദെയർ സംതിങ് ഇൻ ദാറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. എന്തെങ്കിലും ഇതിൻ്റെ പിന്നെ അമർത്തോട് നടക്കുന്നുണ്ട്. ഹാസ് ഹി മേഡ് ദാറ്റ് ഡിസിഷൻ. ബട്ട് ഫാബ് ഇതുവരെ കൺഫേം ഒന്നും ആക്കിയിട്ടില്ല. ഫാബ് ഓൺസ്റ്റിനോ വന്നിട്ട് ഒലീസ ഹാസ് ചൂസൺ റയൽ മാഡ്രിഡ് പുഷ് ചെയ്യുന്നുള്ള കാര്യം ആൾ കൺഫേം ഒന്നും ആക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന കോട്ട്സുകൾ ആളെടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. സോ അതിനകത്ത് തന്നെ കോട്ട്സ് ആയതുകൊണ്ട് ഞാൻ 100% റിലേ ചെയ്യണമെന്നല്ല പറയുന്നത്. ബട്ട് ദർ മൈറ്റ് ബി സംതിങ് എന്നൊരു ഫീൽ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ രണ്ട് ഡീൽസിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.